എവ്രി വൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാളിദാസന്റെ ശാകുന്തളാണ്. ശാകുന്തളം എന്ന ഡ്രാമ കാളിദാസന്റെ ഒരു പഴയ വർക്കാണ്, ഒരു സംസ്കൃതത്തിലുള്ള ഒരു നാടകമാണ് ശാകുന്തളം. നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ ഒരു ഇംഗ്ലീഷ് അഡാപ്റ്റേഷൻ ആണ്. ഒരു വലിയ നാടകമാണത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആക്ട് മാത്രമാണ്. നമുക്ക് വായിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. The clear blue sky, sparkling rivers and fragrant flowers speak to us of the joy and serenity in nature. ക്ലിയർ ആയിട്ടുള്ള തെളിഞ്ഞ നീലാകാശം, തിളങ്ങുന്ന നദികൾ, സുഗന്ധം പരത്തുന്ന പൂക്കൾ, ഇതൊക്കെ നമ്മളോട് എന്താണ് പറയുന്നത്? ജോയ് ആൻഡ് സെറീനിറ്റി ഇൻ നേച്ചർ. ഈ പ്രകൃതിയിലെ സന്തോഷവും ശാന്തതയാണ്. സെറീനിറ്റി എന്ന് പറഞ്ഞാൽ ശാന്തത. ഷുഡ് വി ലിവ് ഇൻ ഹാർമണി വിത്ത് മദർ നേച്ചർ? നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ഒരു ഐക്യത്തിലാണോ ജീവിക്കുന്നത്? If our bond with nature breaks, it will result in disaster. പ്രകൃതിയുമായിട്ടുള്ള നമ്മളുടെ ഈ ബന്ധം നിൽക്കുകയാണെങ്കിൽ അതൊരു ദുരന്തത്തിലായിരിക്കും അല്ലെ കലാശിക്കുക. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ടു നേച്ചർ? നമ്മളുടെ പൂർവികർ എങ്ങനെയാണ് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിരുന്നത്? ഡിഡ്ന്റ് ദേ ട്രൈ ടു കോഎക്സിസ്റ്റ് വിത്ത് നേച്ചർ? അവർ പ്രകൃതിയുമായിട്ട് സഹവസിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ലേ? Here is an excerpt from the play Shaguntalam by Kalidasa. Let's examine how our ancestors lived at that time. നമ്മളുടെ ശാകുന്തളം എന്ന ഈ നാടകത്തിൽ നമ്മളുടെ പൂർവികർ എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് ഐക്യത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നത് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് പ്ലേ വായിക്കാം. ശാകുന്തളം ആക്ട് 1. ഒന്നാമത്തെ ആക്ടാണ് ദ ഹണ്ട്. ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ട എന്നാണ് അർത്ഥം. ഡ്രമറ്റിസ്റ്റ് പേഴ്സണെ കിങ് ദുഷ്യന്ത, ചാരിയറ്റിയ, ശകുന്തള, ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് കൻവ, അനസൂയ, പ്രിയംവദ, ഫ്രണ്ട്സ് ഓഫ് ശകുന്തള. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഡ്രമറ്റിസ്റ്റ് പേഴ്സൺ എന്നാണ്. അതിന്റെ അർത്ഥം ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ എന്നാണ്. അപ്പൊ ഈ നാടകത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കിങ് ദുഷ്യന്ത, ദുഷ്യന്തനുണ്ട്. ചാരിയറ്റിയർ, ചാരിയറ്റിയർ എന്ന് പറഞ്ഞാൽ രഥസാരഥി എന്നാണ് അർത്ഥം. അതായത് രഥം ഓടിക്കുന്ന ആൾ, രഥത്തിന്റെ ആ ഡ്രൈവറിനെയാണ് ചാരിയറ്റിയർ എന്ന് പറയുന്നത്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രഥമാണ്. അപ്പോൾ ചാരിയറ്റിയർ എന്ന് പറഞ്ഞാൽ രഥസാരഥി, രഥം ഓടിക്കുന്ന ആളാണ്. ശകുന്തള, ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് കൻവ. ശകുന്തള ആരാണ്? സേജ് കൻവയുടെ, കൻവ മഹർഷിയുടെ ഒരു ദത്തുപുത്രിയാണ് ശകുന്തള. അനസൂയയും പ്രിയംവദയും ശകുന്തളയുടെ തോഴികളാണ്, കൂട്ടുകാരികളാണ്. ഇതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് വായിക്കാം. ദുഷ്യന്ത ആൻഡ് ദ ഡിയർ. ആദ്യത്തെ ഭാഗം അതാണ്, ദുഷ്യന്തനും മാനും. ഇത് നാടകമാണ്, അതുകൊണ്ട് തന്നെ നാടകത്തിന്റെ ആക്ഷൻസ് ഒക്കെയാണ് അവിടെ ആ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. Enter in a chariot pursuing a deer, King Dushyanta, bow and arrow in hand and a charioteer. ദുഷ്യന്തൻ കടന്നു വരുന്നതായിട്ടാണ് പറയുന്നത്. ഒരു രഥത്തിൽ ഒരു മാനിന് പുറകെ പേർഷ്യൂ ചെയ്യാണ്. മാനിനെ വേട്ടയാടിക്കൊണ്ട് ദുഷ്യന്തൻ കടന്നു വരുന്നു. കയ്യിൽ അമ്പും വില്ലും ഉണ്ട്. പിന്നെ രഥസാരഥി, രഥം ഓടിക്കുന്ന ആളും ഉണ്ട്. ചാരിയറ്റിയ ലുക്കിംഗ് അറ്റ് ദ കിങ് ആൻഡ് ദ ഡിയർ. അപ്പൊ ചാരിയറ്റിയ ദുഷ്യന്തനെയും ആ മാനിനെ നോക്കിയിട്ട് പറയാണ്, യുവർ മജസ്റ്റി, ഐ സി യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ. യുവർ മജസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവേ എന്ന് നമ്മൾ ബഹുമാനത്തിൽ പറയുന്നതിനെയാണ് യുവർ മജസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ചാരിയറ്റിയെ പറയാണ്, രാജാവേ, ആ പുള്ളിയുള്ള മാനെ നിങ്ങൾ വേട്ടയാടുന്നത് ഞാനിവിടെ കണ്ടു. വിത്ത് ഷാഫ്റ്റ്സ് ടു എൻഡ് ഹിസ് റേസ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്പുകൾ. അപ്പൊ അമ്പുകൾ കൊണ്ട് അതിന്റെ ഓട്ടം നിർത്താനായിട്ട് നിങ്ങൾ അതിനെ പിന്തുടരുന്നത് ഞാൻ കണ്ടു. അപ്പൊ കിങ് എന്താണ് പറയുന്നത്? ദുഷ്യന്ത പറയാണ്, ചാരിയറ്റിയർ, ദ ഡിയർ ഹാസ് ലെഡ് us a long chase and even now his neck in beauty bends as backward looks he sends at my pursuing car that threatens death from far. Fear shrinks to half the body small. See how he fears the arrows fall. കുറച്ച് പോയറ്റിക് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ചാരിയറ്റിയർ, ചാരിയറ്റിയർ എന്ന് പറഞ്ഞാൽ സാരഥി. The deer has led us a long chase എന്നാണ്. നമ്മൾ പിന്തുടരുന്ന മാൻ നമ്മളെ വളരെ ദൂരം എത്തിച്ചിരിക്കുകയാണ്. And even now his neck in beauty bends as backward looks he sends. ഇപ്പോഴും അതിന്റെ മനോഹരമായിട്ടുള്ള ആ കഴുത്ത് വളച്ച് അത് നമ്മളെ പിന്നോട്ട് നോക്കുന്നുണ്ട്. എന്തിനെയാണ് ആ മാൻ നോക്കുന്നത്? അറ്റ് ദ പേർഷ്യൂയിങ് കാർ ദാറ്റ് ത്രെറ്റൻസ് ഡെത്ത് ഫ്രം ഫാർ. എന്താ നോക്കുന്നത്? ദൂരത്ത് നിന്ന് മരണഭീഷണി ഉയർത്തുന്ന ആ രഥത്തിലേക്കാണ് അതിന്റെ നോട്ടം വരുന്നത്. ഫിയർ ഷ്രിങ്സ് ടു ഹാഫ് ദ ബോഡി സ്മോൾ. എന്താണ്? ഭയത്തില് അതിന്റെ ശരീരം പകുതിയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ് അർത്ഥം. അപ്പൊ ഭയം കാരണം അതിന്റെ ശരീരം പകുതിയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. See how he fears the arrows fall. അമ്പ് വീഴോ എന്നുള്ള പേടിയിൽ വിറച്ചിട്ടാണ് ആ മാൻ നിൽക്കുന്നത്. ഇതാണ് കിങ് പറയുന്നത്. The path he takes is strewed with blades of grass half chewed. എന്നാണ് അവൻ പോകുന്ന വഴി. The path he takes is strewed. Strewed എന്ന് വെച്ചാൽ ചിതറിക്കിടക്കുന്നു. എന്താണ് ആ വഴിയിൽ ചിതറിക്കിടക്കുന്നത്? With blades of grass half chewed. പകുതി ചവച്ച
പുല്ലിന്റെ ഭാഗങ്ങൾ ആ വഴിയിലൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട്. എന്താണ് അർത്ഥം? അപ്പൊ മാൻ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ലീപ്സ് സോ ഓഫൻ ആൻഡ് സോ ഹൈ. അവൻ നിരന്തരം ഇങ്ങനെ ചാടി കുതിക്കുന്നുണ്ട്. ഹി ഡസ് നോട്ട് സീം ടു റൺ ബട്ട് ഫ്ലൈ. ആ മാന്റെ ഓട്ടം കാണുമ്പോൾ അത് ഓടുകയായിട്ടല്ല, അത് പറക്കുന്നതായിട്ടാണ് തോന്നുന്നത്. Pursue as I may, I can hardly keep him in sight. ഞാൻ അവനെ പിന്തുടരുമ്പോൾ അവനെ എന്നെ കാഴ്ചവട്ടത്തിനുള്ളിൽ പോലും നിർത്താൻ എനിക്ക് പറ്റുന്നില്ല. അത്രയും സ്പീഡിലാണ് ഈ മാൻ ഓടുന്നത്. അപ്പൊ ചാരിയറ്റിയർ എന്താ പറയുന്നേ? യുവർ മജസ്റ്റി, ഐ ഹാവ് ബീൻ ഹോൾഡിംഗ് ദ ഹോഴ്സ് ബാക്ക് ബിക്കോസ് ദ ഗ്രൗണ്ട് വാസ് റഫ്. രഥസാരഥി പറയാണ്, ഞാൻ നമ്മളുടെ കുതിരകളെ ഒന്ന് പിടിച്ചിരിക്കുകയായിരുന്നു, കാരണം നമ്മൾ പോകുന്ന വഴി കുറച്ച് പരിക്കമായതായിരുന്നു, റഫായിരുന്നു. ദിസ് ഗേവ് ദ ഡിയർ എ ലീഡ്. അതുകൊണ്ടാണ് ആ മാനിന് കുറച്ചും കൂടി മുന്നിലെത്താനായിട്ട് അത് പറ്റിയത്. നൗ വി ആർ ഓൺ ലെവൽ ഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ നല്ല ലെവൽ ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ആൻഡ് യു വിൽ ഈസിലി ഓവർടേക്ക് ഹിം. അപ്പൊ നമ്മളിപ്പോൾ നല്ല വഴിയിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പെട്ടെന്ന് ആ മാനിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് രഥസാരഥി പറയുന്നത്. അപ്പൊ ദ ഹണ്ട് എന്നുള്ള ഭാഗം കഴിഞ്ഞു. ഇനി ദ വാർണിംഗ് എന്നുള്ള ഭാഗമാണ്. എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്. അപ്പോൾ ഇനി സ്റ്റേജിന്റെ പുറകിൽ നിന്നുള്ള ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെയുള്ള ഒരു ക്യാരക്ടറും അല്ല. ഓ കിങ്, ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. ആ ശബ്ദം എന്താ പറയുന്നത്? ഈ മാൻ ആ ആശ്രമത്തിലുള്ളതാണ്, ഇതിനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല എന്നാണ് ആ ശബ്ദം പറയുന്നത്. ചാരിയറ്റിയർ ലിസണിങ്. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് രഥസാരഥി എന്താ പറയുന്നത്? യുവർ മജസ്റ്റി, here are two hermits who have come to save the deer just when your arrow was about to fall. രഥസാരഥി പറയാണ്, യുവർ മജസ്റ്റി, രാജാവേ, ഇവിടെ 2 ആശ്രമങ്ങളുണ്ട്. അപ്പോൾ അവർ ഈ മാനിനെ രക്ഷിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ടാണ് പറയുന്നത്, അവർ ഈ മാനിനെ രക്ഷിക്കാനായിട്ട് വരികയാണ്. നിങ്ങളുടെ അമ്പ് അതിന്റെ ശരീരത്തിൽ വീഴുന്നതിന് മുമ്പ് അതിനെ രക്ഷിക്കാനായിട്ടാണ് അവർ പറയുന്നത്. കിങ് ഹാസ്റ്റ്ലി സ്റ്റോപ്പ് ദ ചാരിയറ്റ്. അപ്പോൾ രാജാവ് സ്പീഡിൽ പറയാണ്, രഥം നിർത്തൂ. Charioteer, yes, your majesty, he does so, and a hermit with his pupil. അപ്പൊ രഥം നിർത്തി. അപ്പൊ എന്താ ഉണ്ടായത്? ഒരു ഹെർമിറ്റും അദ്ദേഹത്തിന്റെ പ്യൂപ്പിളും വരികയാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയും അവരുടെ ശിഷ്യരും വരികയാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് അർത്ഥം. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ശിഷ്യൻ. ഹെർമിറ്റ് ലിഫ്റ്റിംഗ് ഹിസ് ഹാൻഡ്. അപ്പൊ ഹെർമിറ്റ് കൈ ഉയർത്തിയിട്ട് പറയാണ്, ഓ കിങ്, ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ്. ഈ മാൻ ഞങ്ങളുടെ ആശ്രമത്തിലുള്ളതാണ്. Why should his tender form expire as blossoms perish in the fire? How could that gentle life endure the deadly arrow sharp and sure? Restore your arrow to the quiver. To you were weapons lent the broken heart to deliver, not strike the innocent. അപ്പൊ എന്താണ് ഇവിടെ ആ ഹെർമിറ്റ്, ആ സന്യാസി പറയുന്നത്? പുഷ്പങ്ങൾ അഗ്നിയിൽ ചുട്ട് നശിക്കുന്നത് പോലെ എന്തിനാണ് ആ മാനിന്റെ മൃദുവായിട്ടുള്ള ശരീരത്തിനെ നശിപ്പിക്കുന്നത്? അവിടെ ഒരു പുഷ്പം അഗ്നിയിൽ നശിക്കുന്നത് പോലെയാണ് അമ്പ് കൊണ്ട് മാൻ മരിക്കുന്നതിനെ കമ്പയർ ചെയ്യുന്നത്. പുഷ്പങ്ങൾ തീയിൽ നശിക്കുന്നത് പോലെ എന്തിനാണ് അമ്പ് കൊണ്ട് ആ മാനിന്റെ ശരീരത്തിനെ മുറിവേൽപ്പിക്കുന്നത്? അത്രയും മൂർച്ചയുള്ള ആ മാരകമായിട്ടുള്ള ആ ബാണത്തിനെ, അത്ര സുന്ദരമായിട്ടുള്ള ഒരു ജീവൻ എങ്ങനെയാണ് സഹിക്കുക? അപ്പൊ അത്രയും ക്രൂവലാണ് ആ കാര്യം എന്നാ പറയുന്നത്. നിന്റെ അമ്പ് തിരികെ ആ ആവനാഴിയിലേക്ക് വെക്കാനാണ് പറയുന്നത്. ക്യൂർ എന്ന് പറഞ്ഞാൽ ഈ അമ്പുകളൊക്കെ ശേഖരിക്കുന്ന ആവനാഴിയെ പറയുന്നത്. അപ്പോൾ അത് തിരിച്ച് നിങ്ങളുടെ ആവനാഴിയിലേക്ക് തന്നെ വെക്കൂ. ആ ആയുധങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തകർന്ന ഹൃദയങ്ങളെ രക്ഷിക്കാനാണ്. അതായത് ആളുകളെയൊക്കെ സഹായിക്കാനാണ് നമുക്കത്. തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും തകർന്ന ഹൃദയങ്ങളെയൊക്കെ രക്ഷിക്കാനാണ്. അല്ലാതെ നിഷ്കളങ്കരായിട്ടുള്ള ഈ മാനിനെ പോലുള്ള ആളുകളെ ദ്രോഹിക്കാനോ അതിനു വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ അമ്പ് തിരിച്ചു വെക്കാനാണ് ആ സന്യാസി ഇവിടെ പറയുന്നത്. കിങ് ബോയിങ് ലോ, ഇറ്റ് ഈസ് ഡൺ, ഹി ഡസ് സോ. രാജാവ് തലകുനിച്ച് ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അമ്പ് തിരിച്ച് ആവനാഴിയിലേക്ക് വെക്കുകയാണ്. ക്യുവറാണ് ആവനാഴി. ഈ അമ്പുകളൊക്കെ ശേഖരിക്കുന്ന ആ ഒരു ആവനാഴിയിലേക്ക് വെക്കുകയാണ്. ഹെർമിറ്റ് ജോയ്ഫുള്ളി. അപ്പോൾ സന്യാസി സന്തോഷത്തിൽ എന്താ പറയുന്നത്? എ ഡീഡ് വേർത്തി ഓഫ് യു, എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്. ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, വേർത്തി എന്ന് പറഞ്ഞാൽ മൂല്യമാണ്. അപ്പോൾ വളരെ മൂല്യമുള്ള ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. രാജാക്കന്മാരുടെ ഇടയിൽ നല്ലൊരു തിളങ്ങുന്ന ഒരു ഉദാഹരണം തന്നെയാണ് നിങ്ങൾ. അതായത് രാജാക്കന്മാരുടെ ഇടയിൽ വളരെ നല്ലൊരു രാജാവാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. കിങ് ബോയിങ് ലോ, ഐ എം താങ്ക്ഫുൾ ഫോർ യുവർ ബ്ലെസ്സിങ്. വീണ്ടും തലകുനിച്ച് ആ സന്യാസിയോട് രാജാവ് നന്ദി പറയാണ്, ദുഷ്യന്തൻ. ദി 2 ഹെർമിറ്റ്സ്, അപ്പൊ 2 സന്യാസികൾ പറയാണ്, ഓ കിങ്, വി ആർ ഓൺ അവർ വേ ടു ഗ്യാദർ ഫയർവുഡ്. ഞങ്ങൾ വിറക് ശേഖരിക്കാനായിട്ടുള്ള യാത്രയിലാണ്. ഹിയർ ഓൺ ദ ബാങ്ക് ഓഫ് മാലിനി യു മേ സീ ദ ഹെർമിറ്റേജ് ഓഫ് ഫാദർ കൻവ, ഓവർ വിച്ച് ശകുന്തല പ്രിസൈഡ്സ് ആസ് അവർ ഗാർഡിയൻ. പ്രേ എൻറ്റർ ഹിയർ ആൻഡ് റിസീവ് എ വെൽക്കം. എന്താണ് ആ സന്യാസികൾ പറയുന്നത്? ഞങ്ങൾ വിറക് ശേഖരിക്കാനായിട്ടുള്ള യാത്രയിലാണ്. ഇവിടെ ഈ മാലിനിയുടെ തീരത്ത് കൻവമുനിയുടെ ഒരു ആശ്രമമുണ്ട്. അവിടെ ശകുന്തളയാണ് അതിന്റെ മേൽനോട്ടം വഹിച്ച് ഞങ്ങളുടെയൊക്കെ ഒരു രക്ഷകയായിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ ഗാർഡിയനായിട്ട് നിൽക്കുന്നത് ശകുന്തളയാണ് കൻവ മഹർഷിയുടെ ആശ്രമത്തിൽ. പ്രേ
എൻറ്റർ ഹിയർ ആൻഡ് റിസീവ് എ വെൽക്കം. അപ്പോൾ അങ്ങോട്ട് വരാനാണ് ക്ഷണിക്കുന്നത് ഹെർമിറ്റ്സ്. ഇവിടെ പ്രേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നല്ല, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങോട്ട് അവരെ ക്ഷണിക്കുകയാണ്. കിങ്, ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദ? അപ്പോൾ അവിടെ കന്വ മഹർഷി ഉണ്ടോ എന്നാണ് കിങ് ചോദിക്കുന്നത്. നോ, ഹെർമിറ്റ്സ് പറയാണ് നോ, അവിടെ ഇല്ല. ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ഗസ്റ്റ്സ് ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ. അപ്പോൾ കന്വമുനി അവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ മകളെയാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം സോമതീർത്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഒരു പുണ്യസ്ഥലമാണ് അത്. അപ്പോൾ അദ്ദേഹം സോമതീർത്ഥയിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. കിങ്, വെൽ, ഐ വിൽ സീ ഹർ. ഷി ഷാൽ സീ മൈ ഡിവോഷൻ ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ടു ദ സേജ്. അപ്പോൾ ശരി, ഞാൻ ശകുന്തളയെ കാണാം, എന്നിട്ട് എൻ്റെ ഭക്തി സേജിനോട്, അതായത് കന്വമുനിയോട് അവർ പറയട്ടെ എന്നാണ് പറയുന്നത്. ദ ടു ഹെർമിറ്റ്സ് ദെൻ വി വിൽ ഗോ ഓൺ അവർ വേ. അപ്പം ഞങ്ങളുടെ വഴിക്ക് ഞങ്ങൾ പോവുകയാണ് വിറക് ശേഖരിക്കാൻ എന്ന് പറഞ്ഞ് ഹെർമിറ്റ്സ് പോവാണ്. കിങ്, ചാരിയറ്റിയർ ഡ്രൈവ് ഓൺ. സാരഥി ഡ്രൈവ് ചെയ്തോളൂ, നമുക്ക് യാത്ര തുടരാം. സൈറ്റ് ഓഫ് ദ പയസ് ഹെർമിറ്റേജ് വിൽ പ്യൂരിഫൈ അസ്. അപ്പോൾ ഒരു ഭക്തിയുള്ള അത്രയും നല്ല പരിശുദ്ധമായിട്ടുള്ള ഒരു ആശ്രമം കണ്ടാൽ നമ്മളെയും അതൊന്നുകൂടി ശുദ്ധീകരിക്കും എന്നാണ് ഇവിടെ കിങ് പറയുന്നത്. ചാരിയറ്റിയർ, യെസ് യുവർ മെജസ്റ്റി. ശരി രാജാവേ. കിങ്, ലുക്കിംഗ് അബൌട്ട്. One would know without being told that this is the precinct of a pious grove. അപ്പൊ എന്താ പറയുന്ന രാജാവ്? അവിടെയൊക്കെ നോക്കിയിട്ട് പറയാണ്, ആരും പറയാതെ തന്നെ അറിയാം ഇതൊരു ചെറിയൊരു കാടിന്റെ അല്ലെങ്കിൽ ഒരു തോപ്പിന്റെ പരിസരമാണ്. പ്രീസിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിസരം എന്നാണ് അർത്ഥം. അപ്പൊ അതൊരു തോപ്പിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ കാടിന്റെ പരിസരമാണെന്ന് നമുക്ക് മനസ്സിലാവും. ചാരിയറ്റിയർ, ഹൗസോ? അതെങ്ങനെയാണ്? കിങ്, ഡു യു നോട്ട് സീ? Why, here are rice grains dropped from the bills of parrot chicks beneath the trees. മരത്തിന്റെ താഴെ ചെറിയ തത്തക്കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കൊക്കിൽ നിന്ന് വീണ അരിയുടെ കഷ്ണങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതാണ് പറയുന്നത് റൈസ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ് ചിക്സ്. ബിൽസ് എന്ന് പറഞ്ഞാൽ കൊക്ക് എന്നാണ് അർത്ഥം. അപ്പൊ പാരറ്റ് ചിക്സിന്റെ ചെറിയ തത്തക്കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ നിന്ന് കൊക്കിൽ നിന്ന് വീണ അരിയുടെ കഷ്ണങ്ങൾ ഇവിടെ മരത്തിന്റെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് പൗണ്ടിങ് സ്റ്റോൺസ് വേർ സ്റ്റിക്സ്, a little almond oil and trustful deer that do not run away as we draw near. പിന്നെ നമ്മുടെ ഉരലുകളും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലൊക്കെ നമ്മൾ അവിടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഭക്തി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ആൽമണ്ട് ഓയിൽ ഉണ്ട്. ആൻഡ് ട്രസ്റ്റ്ഫുൾ ഡിയർ ദാറ്റ് ഡു നോട്ട് റൺ അവേ ആസ് വി ഡ്രോ നിയർ. അതുപോലെ തന്നെ വിശ്വസ്തനായിട്ടുള്ള ഒരു മാനുണ്ട്. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഭയന്നോടാതെ നിൽക്കുന്ന ഒരു മാനും കൂടി ഉണ്ട്. അപ്പൊ അത്രയും റിലേഷനിലാണ് അവിടുത്തെ ആളുകളും ആ നേച്ചറൊക്കെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഗ്രോവിന്റെ പരിസരമാണെന്ന് നമുക്ക് ആരും പറയാതെ തന്നെ അറിയാം എന്നാണ് ദുഷ്യന്തൻ പറഞ്ഞത്. ചാരിയറ്റിയർ, ഇറ്റ് ഈസ് ഓൾ ട്രൂ. അത് ശരിയാണ്. കിങ്, ആഫ്റ്റർ എ വൈൽ വി മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദ ഹെർമിറ്റേജ്. സ്റ്റോപ്പ് ഹിയർ വൈൽ ഐ ഡിസ്മൗണ്ട്. അപ്പൊ നമ്മൾ ഈ ആശ്രമത്തിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. സ്റ്റോപ്പ് ഹിയർ വൈൽ ഐ ഡിസ്മൗണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് രഥത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രഥത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ നിന്നോ ഇറങ്ങുക എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ താഴെ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യൂ, സ്റ്റോപ്പ് ചെയ്യൂ. ഹി ഡിസ്മൗണ്ട്സ് ആൻഡ് ലുക്സ് അറ്റ് ഹിംസെൽഫ്. One should wear modest garments on entering a hermitage. അതിൽ നിന്നിറങ്ങി ഡിസ്മൗണ്ട് ചെയ്തിട്ട് സ്വയം നോക്കുകയാണ് ദുഷ്യന്തൻ. എന്നിട്ട് പറയുന്നു, നമ്മളൊരു ആശ്രമത്തിലേക്ക് പോകുമ്പോൾ മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, വളരെ സാധാരണ ആയിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അപ്പൊ അധികം ആഡംബരം ഒന്നും പാടില്ല. ടേക്ക് ദീസ് ജ്വൽസ് ആൻഡ് ദ ബോ. അപ്പൊ ഈ ആഭരണങ്ങളും ഈ അമ്പും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് സാരഥിക്ക് കൊടുക്കുകയാണ്. ചാരിയറ്റിയർ, യെസ് യുവർ മെജസ്റ്റി, എക്സിറ്റ്. അപ്പൊ യെസ് എന്ന് പറഞ്ഞ് എക്സിറ്റ് ചെയ്യുന്നു. രഥസാരഥി ആ സീനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. കിങ്, വാക്കിംഗ് ആൻഡ് ലുക്കിംഗ് അബൌട്ട്. അവിടേക്ക് നോക്കിയിട്ട് പറയാണ്, ദ ഹെർമിറ്റേജ് ഐ വിൽ എൻറ്റർ. ആശ്രമത്തിനോട് പറയാണ്, ഞാനിപ്പോ ഹെർമിറ്റേജിലേക്ക് എൻറ്റർ ചെയ്യും എന്ന് പറഞ്ഞ് ഈ ഭാഗം ഇവിടെ കഴിയാണ്. അടുത്ത ഭാഗം ശകുന്തള ആൻഡ് ദ ജാസ്മിൻ വൈൻ. ശകുന്തളയും മുല്ലവള്ളിയും എന്നാണ് അടുത്ത ഭാഗത്തിന്റെ ടൈറ്റിൽ. എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്, ദിസ് വേ ഗേൾസ്. അപ്പോൾ അടുത്ത സീനിൽ തുടങ്ങുന്നത് സ്റ്റേജിന് പുറകിൽ നിന്നുള്ള ഒരു ശബ്ദം കൊണ്ടാണ്. ഈ വഴി നടക്കൂ ഗേൾസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കിങ് ലിസണിങ്. അപ്പൊ ദുഷ്യന്തൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഐ തിങ്ക് ഐ ഹിയർ സമ്മൺ ടു ദ റൈറ്റ് ഓഫ് ദി ഗ്രൂവ്. എനിക്ക് തോന്നുന്നു ഈ ഗ്രോവിലുള്ള ഈ കാട്ടിലുള്ള ആരുടെയോ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ഹി വാക്സ് ആൻഡ് ലുക്ക് അബൌട്ട്. അദ്ദേഹം നടന്ന് നോക്കുന്നുണ്ട്. ഹിയർ ആർ ഹെർമിറ്റ് ഗേൾസ് വിത്ത് വാട്ടറിംഗ് പോട്ട്സ്. അത് ഈ ആശ്രമത്തിലെ പെൺകുട്ടികളാണ്. അവര് ചെടികൾ നനയ്ക്കാനായിട്ടുള്ള കുടവുമായിട്ട് വരുന്ന പെൺകുട്ടികളാണ്. ദേ ആർ കമ്മിങ് ഇൻ ദിസ് ഡിറക്ഷൻ ടു വാട്ടർ ദ യങ് ട്രീസ്. ഐ വിൽ ഡ്രോ ബാക്ക് ഇൻ ടു ദ ഷെയ്ഡ് ആൻഡ് വെയിറ്റ് ഫോർ ദം. അവർ ഈ വഴിക്കാണ് വരുന്നത്. ഇവിടുത്തെ ചെറിയ മരങ്ങളെ വെള്ളം കൊടുക്കാനാണ് അവർ ഈ കുടവുമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ മാറി നിന്ന് ഈ തണലിൽ നിന്ന് അവർക്ക് വേണ്ടി കാത്തു നിൽക്കാം. ഹി സ്റ്റാൻഡ്സ് ഗേസിംഗ് അറ്റ് ദം ആൻഡ് ശകുന്തള ആൻഡ് ഹെർ ടു ഫ്രണ്ട്സ്.
അപ്പം അദ്ദേഹം മരത്തണലിൽ നിന്ന് മാറി അവരെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശകുന്തളയും രണ്ട് സുഹൃത്തുക്കളുമാണ് ഇനി ഈ സീനിൽ കടന്നു വരുന്നത്. ആദ്യത്തെ കൂട്ടുകാരി അനസൂയയാണ്. അനസൂയ: It seems to me, dear, that Father Kanva cares more for the hermitage trees than he does for you. അനസൂയ എന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നു കൻവ മുനി ഹെർമിറ്റേജിലെ മരങ്ങൾക്കാണ് നിന്നേക്കാളും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, ശകുന്തളയെക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആശ്രമത്തിലെ മരങ്ങൾക്കാണ് എന്ന് പറയുന്നു. You are delicate as a jasmine blossom, yet he tells you to fill the trenches about the trees. നീ ഒരു മുല്ലവള്ളി പോലെ, ഒരു മുല്ലപ്പൂവ് പോലെ അത്രയും ലോലമാണ്, എന്നിട്ട് നിന്നോട് ഈ മരത്തിന്റെ ട്രെഞ്ചസ് ഒക്കെ വെള്ളം നനയ്ക്കാനാണ് അദ്ദേഹം പറയുന്നത്. ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ മരം നട്ടിരിക്കുന്ന വരി വരിയായിട്ടുള്ള കുഴികളെയാണ് പറയുന്നത്. അപ്പോൾ അനസൂയ എന്താ ഇവിടെ പറയുന്നത്? എനിക്ക് തോന്നുന്നു കന്വമുനിക്ക് അദ്ദേഹത്തിന്റെ മകളായ ശകുന്തളയെക്കാളും നിന്നേക്കാളും കൂടുതൽ പ്രിയം ഈ ഹെർമിറ്റേജിലെ മരങ്ങളാണ്, ഈ ആശ്രമത്തിലെ മരങ്ങളോടാണ്. ഇത്രയും ലോലമായ ഒരു മുല്ലപ്പൂവിനെ പോലെ ലോലമായ ശകുന്തളയോട് ഈ മരങ്ങളുടെ നിൽക്കുന്ന ഈ കുഴികളൊക്കെ നനയ്ക്കാനാണ് അദ്ദേഹം പറയുന്നത്. ശകുന്തള എന്താ പറയുന്നത്? Oh, it is in father's bidding. I feel like a real sister to them. She waters the trees. അപ്പോൾ ശകുന്തള പറയണത് അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് ആ മരങ്ങളെ ഒരു യഥാർത്ഥ എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മരങ്ങൾക്ക് ശകുന്തള വെള്ളം ഒഴിക്കുകയാണ്. പ്രിയംവദ: ശകുന്തള, we have watered the trees that blossom in the summer time. Now let's sprinkle those whose flowering time is past. That will be a better deed because we shall not be working for a reward. പ്രിയമത ശകുന്തളയോട് പറയാണ്, നമ്മൾ ഓൾറെഡി ഈ വേനൽക്കാലത്ത് പൂക്കുന്ന മരങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി പൂക്കാലം കഴിഞ്ഞ് അതിൻ്റെ പൂ വിരിഞ്ഞ് കഴിഞ്ഞ ചെടികൾക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. കാരണം അത് നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ ഒന്നും റിവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അതായത് ഓൾറെഡി അതിൻ്റെ പൂക്കാലം കഴിഞ്ഞു, പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞതാണ്, എന്നാലും നമുക്ക് അതിന് വെള്ളം ഒഴിക്കാം. നമുക്ക് അതിന് പൂവ് പ്രതീക്ഷിച്ചിട്ട് മാത്രമല്ലല്ലോ, അല്ലെങ്കിലും അതിന് വെള്ളം കൊടുത്തൂടെ, അത് നല്ലൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് പ്രിയംവദ വെള്ളം ഒഴിക്കുകയാണ്. ശകുന്തള: വാട്ട് എ പ്രിറ്റി നോഷൻ ഷീ ഡസ് സോ. അത് നല്ലൊരു കാര്യമാണ്. നോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആശയം അല്ലെങ്കിൽ ധാരണ എന്നൊക്കെയാണ് അർത്ഥം. ശകുന്തള പറയണോ അത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കുന്നു. കിങ് ടു ഹിംസെൽഫ്: ആൻഡ് ദിസ് ഇസ് കൻവാസ് ഡോട്ടർ ശകുന്തള. ദുഷ്യന്തൻ പറയാണ്, അപ്പോൾ ഇതാണ് കന്വമുനിയുടെ മകൾ ശകുന്തള. ശകുന്തള ലുക്കിംഗ് അഹെഡ്: Oh girls, that mango tree is trying to tell me something with his branches that move in the wind like fingers. I must go and see him. She does so. ശകുന്തള മാവിനെ നോക്കിയിട്ട് പറയാണ്, ഗേൾസ്, ആ മാവ് എന്നോട് എന്തോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ബ്രാഞ്ചസ്, ആ മാവിന്റെ ശാഖകൾ കാറ്റിൽ വിരലുകൾ പോലെയാണ് അനങ്ങുന്നത്. അതിന്റെ എന്താണ്, ബ്രാഞ്ചസ് ദാറ്റ് മൂവ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ്. ഐ മസ്റ്റ് ഗോ ആൻഡ് സീ ഹിം. അപ്പോൾ അത് കാറ്റിൽ ഈ വിരലുകൾ പോലെ അതിന്റെ ശാഖകൾ അനങ്ങുന്നുണ്ട്. അത് എന്നോട് എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ അതിനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഷി ഡസ് സോ. എങ്ങനെ അത് നോക്കാൻ പോവാണ്. പ്രിയംവദ: There, Shakuntala, stand right where you are a minute. അപ്പോൾ പ്രിയമത പറയുന്ന, ശകുന്തള നീ ഇപ്പം നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഒന്നുകൂടി നിൽക്കൂ, ഒരു മിനിറ്റ് ഒന്നുകൂടി നിൽക്കൂ. ശകുന്തള: വൈ? എന്തിനാണ്? പ്രിയമത: When I see you there, it looks as if a vine were clinging to the mango tree. അപ്പോൾ പറയാണ് ശകുന്തളയോട്, നീ അവിടെ നിൽക്കുമ്പോൾ ഈ മാവിന് ചുറ്റും ഒരു ലത, ഒരു വള്ളിപ്പടർപ്പ് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അനസൂയ: ഓ ശകുന്തള, here is the jasmine vine that you named Light of the Grove. She has chosen the mango tree as her husband. അപ്പം അനസൂയ എന്താ പറയുന്ന ശകുന്തളയോട്, ഇവിടെയാണ് നീ പറഞ്ഞ ആ ജാസ്മിൻ വൈൻ, നീ ലൈറ്റ് ഓഫ് ദി ഗ്രോവ് എന്ന് പേരിട്ട ആ മുല്ലവള്ളി ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. അവൾ ആ മാവിനെ അവളുടെ ഭർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് ശകുന്തള ഒരു മുല്ലവള്ളിക്ക് ലൈറ്റ് ഓഫ് ദ ഗ്രോവ് എന്ന് പേരിട്ടിരുന്നു, ഈ കാടിന്റെ പ്രകാശം എന്ന് പേരിട്ടിരുന്നു. അപ്പോൾ ആ മുല്ലവള്ളി ഈ മാവിനെ അവളുടെ ഭർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എന്നാണ് അനസൂയ പറയുന്നത്. ശകുന്തള: ഐ സീ വൈ ദേ കോൾ യു ദ ഫ്ലാറ്ററർ. അപ്പോൾ ശകുന്തള പറയാണ്, വെറുതെ അല്ല നിന്നെ മറ്റുള്ളവര് മുഖസ്തുതിക്കാരി എന്ന് പറയുന്നത്. ഫ്ലാറ്ററർ എന്ന് പറഞ്ഞാൽ മുഖസ്തുതി പറയാം, നമ്മളെ സുഖിപ്പിക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയുന്നവരെയാണ് ഫ്ലാറ്ററർ എന്ന് പറയുന്നത്. അപ്പൊ അനസൂയയോട് ശകുന്തള പറയാണ്, വെറുതെ അല്ല നിന്നെ മറ്റുള്ളവരിങ്ങനെ മുഖസ്തുതിക്കാരൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ മരത്തിനെയും അല്ലെങ്കിൽ മുല്ലവള്ളിയൊക്കെ മനുഷ്യരുടെ പോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് തന്നെ എന്താണ്, പ്രകൃതിയുമായിട്ട് അത്രയും ഹാർമോണിയസ് ആയിട്ട് അത്രയും ഐക്യത്തോടു കൂടിയാണ് ഇവിടെ പഴയ ആളുകളൊക്കെ ജീവിച്ചിരുന്നത്. അത് കാണിക്കാനാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അനസൂയ പറയുന്നത് എന്താണ്, മുല്ലവള്ളി മാവിനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു എന്നാണ്. കിങ്: ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ. Her arms are tender shoots, her lips are blossoms red and warm. Bewitching youth begins to flower in beauty on her form. ഇത് രാജാവ് പറയുന്നത് ഓഡിയൻസ് കേൾക്കുന്ന രീതിയിലാണ്. ഈ ശകുന്തള അല്ലെങ്കിൽ അനസൂയ അവർക്കൊന്നും ഇത് കേൾക്കുന്നില്ല. അപ്പൊ രാജാവ് എന്താ പറയുന്നത്, ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ. ആ പ്രശംസ പക്ഷെ സത്യമാണ്.
Her arms are tender shoots, her lips are blossoms and red warm. എന്താ പറയുന്നത്, അവളുടെ കൈകൾ, ആംസ് എങ്ങനെയാണ്, മൃദുവായിട്ടുള്ള തൈകൾ പോലെയാണ്. ആൻഡ് അവളുടെ ചുണ്ടുകൾ എങ്ങനെയാണ്, ലിപ്സ് ബ്ലോസം ആൻഡ് റെഡ് വോം. അവളുടെ ചുണ്ടുകൾ ചുവപ്പും അതുപോലെ തന്നെ ചൂടുമുള്ള പൂക്കൾ വിരിഞ്ഞതുപോലെയാണ് ചുണ്ടുകൾ നിൽക്കുന്നത്. ബിവിച്ചിങ് യൂത്ത് ബിഗീൻസ് ടു ഫ്ലവർ ഇൻ ബ്യൂട്ടി ഓൺ ഹെർ ഫോം. ബിവിച്ചിങ് എന്ന് പറഞ്ഞാൽ ആരെയും മോഹിപ്പിക്കുന്ന, ആരെയും അത്രയും അട്രാക്ട് ചെയ്യുന്ന ആ യൗവനം അവളുടെ രൂപത്തിൽ സൗന്ദര്യമായിട്ട് പുഷ്പിക്കുകയാണ് എന്നാണ് ഇവിടെ കിങ് പറയുന്നത്. അപ്പം ശകുന്തളയുടെ ബ്യൂട്ടിയെ വളരെ പോയിറ്റിക് ആയിട്ടാണ് ഇവിടെ ദുഷ്യന്തൻ പരാമർശിക്കുന്നത്. എന്തൊക്കെയാ പറയുന്നത്, ഈ പ്രശംസ, ഈ മുഖസ്തുതി സത്യമാണ്. കൈകൾ മൃദുവായിട്ടുള്ള തൈകൾ പോലെയാണ്, അതാണ് പറയുന്നത്. ടെൻഡർ ഷൂട്ട്സ്, ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുവായിട്ടുള്ള തൈകൾ പോലെയാണ് ശകുന്തളയുടെ കൈകൾ. ആൻഡ് ഹെർ ലിപ്സ് ആർ ബ്ലൂസം റെഡ് ആൻഡ് വാം. ചുണ്ടുകൾ എന്താണ്, ചുവപ്പും അതുപോലെ തന്നെ ചൂടുകളുള്ള പൂക്കൾ പോലെയാണ്. ബിവിച്ചിങ് യൂത്ത് ബിഗീൻസ് ടു ഫ്ലവർ. എല്ലാവരെയും മോഹിപ്പിക്കുന്ന യൗവനം അവളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവളിൽ സൗന്ദര്യമായിട്ട് പുഷ്പിക്കുകയാണ്. ടു ഫ്ലവർ ഇൻ ബ്യൂട്ടി ഓൺ ഹെർ ഫോം. അവളുടെ ശരീരത്തിൽ അത്രയും നല്ല ഭംഗിയിൽ പുഷ്പിക്കുകയാണ് എന്നാണ് ഇവിടെ ദുഷ്യന്തൻ പറയുന്നത്. ശകുന്തള അപ്രോച്ചസ് ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി. ശകുന്തള ഈ വസന്തലതയുടെ, ഈ മുല്ലവള്ളിയുടെ അടുത്ത് വന്നിട്ട് സന്തോഷത്തോടെ അതിനെ നോക്കിയിട്ട് പറയാണ്, വാട്ട് എ പ്രിറ്റി പെയർ ദേ മേക്ക്. ഇവർ രണ്ടുപേരും എന്തൊരു നല്ല പെയറാണ്, എന്തൊരു നല്ല ജോഡിയാണ് ഈ മാവും ഈ ലതയും. The jasmine shows her youth in her fresh flowers and the mango tree shows his strength in his ripening fruit. ഇവർ നല്ലൊരു ജോഡിയാണ്. തൻ്റെ ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ കൊണ്ട് ജാസ്മിൻ അവളുടെ യൗവനം കാണിക്കുമ്പോൾ മാംഗോ ട്രീ, മാവ്, അതിൻ്റെ ശക്തി കാണിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പഴുത്ത ആ ഫ്രൂട്ട്, ആ മാങ്ങയിൽ നിന്നാണ്. എന്തൊക്കെയാ പറയുന്നത്, ഇവർ രണ്ടുപേരും നല്ലൊരു പെയറാണ്, നല്ല ജോഡിയാണ്. തൻ്റെ ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂക്കൾ കൊണ്ട് ജാസ്മിൻ അതിൻ്റെ യൗവനം കാണിക്കുമ്പോൾ നല്ല പഴുത്ത മാമ്പഴം കൊണ്ട് മാവ് അതിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നല്ലൊരു ജോഡിയാണ്. ഷീ സ്റ്റാൻഡ്സ് ഗേസിങ് അറ്റ് ദം. അതിനെ നോക്കിക്കൊണ്ട് ശകുന്തള പറയാണ് ഇതൊക്കെ. അപ്പൊ ഇവിടെയും മൃഗങ്ങളെ അല്ലെങ്കിൽ ചെടികളെയൊക്കെ അത്രയും അടുപ്പത്തോട് കൂടിയിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അനസൂയ, look Shakuntala, here is the spring creeper that Father Kanva tended with his own hands just as he did you. You are forgetting her. അനസൂയ എന്താണ് ശകുന്തളയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്, ഒരു സ്പ്രിംഗ് ക്രീപ്പർ ആണ്. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വള്ളിയായിട്ട് പുഷ്പിച്ചു പോകുന്ന ഒരു ചെടിയാണ്. ഹിയർ ഇസ് ദ സ്പ്രിംഗ് ക്രീപ്പർ ദറ്റ് ഫാദർ കൻവ ടെൻഡഡ് വിത്ത് ഹിസ് ഓൺ ഹാൻഡ്സ്. ഇപ്പോൾ കൻവ മുനി അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് നട്ട് വളർത്തി പരിപാലിക്കുന്ന ആ സ്പ്രിംഗ് ക്രീപ്പർ ഇവിടെയുണ്ട്. ജസ്റ്റ് ആസ് ഹി ഡിഡ് യു. നിന്നെ എങ്ങനെയാണോ പരിപാലിച്ചത് അതുപോലെ അദ്ദേഹം പരിപാലിച്ച സ്പ്രിംഗ് ക്രീപ്പർ, അല്ല അത് ഇവിടെയുണ്ട്. യു ആർ ഫോർഗെറ്റിംഗ് ഹെർ. നീ അവളെ മറക്കരുത്. ശകുന്തള ഗോസ് ടു ദ ക്രീപ്പർ ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി. വണ്ടർഫുൾ വണ്ടർഫുൾ പ്രിയമത, ഐ ഹാവ് സംതിങ് പ്ലെസന്റ് ടു ടെൽ യു. ശകുന്തള അത് നോക്കി, ഓ വണ്ടർഫുൾ, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയമതയോട് പറയാണ്, എനിക്ക് നിന്നോട് ഒരു നല്ലൊരു വാർത്ത പറയാനുണ്ട്. പ്രിയമത, വാട്ട് ഈസ് ഇറ്റ് ഡിയർ? എന്താണത്? ശകുന്തള, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ ബട്ട് ദ സ്പ്രിംഗ് ക്രീപ്പർ ഈസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ടു ദ വെരി റൂട്ട്. എന്താ ശകുന്തള നല്ലൊരു വാർത്ത പറയുന്നത്? ആ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഔട്ട് ഓഫ് സീസൺ ആണ്. ഈ സ്പ്രിംഗ് ക്രീപ്പർ പുഷ്പിക്കുന്ന കാലമല്ല, ആ സീസൺ അല്ലെങ്കിൽ കൂടി അതിന്റെ റൂട്ട് തൊട്ട് അടിമുടി പുഷ്പിച്ചിരിക്കുകയാണ്. അത്രയും മുട്ടുകൾ അതിൽ വന്നിട്ടുണ്ട്. ദ സ്പ്രിംഗ് ക്രീപ്പർ ഈസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ടു ദ വെരി റൂട്ട്. അതിന്റെ അടിമുടി മുകുളങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മുട്ടുകളായിട്ട് അതിന് കവേർഡായിട്ട് നിൽക്കുകയാണ്. ദ ടു ഫ്രണ്ട്സ്, അപ്പൊ അവർ രണ്ടുപേരും ഓടിയിട്ട് റിയലി എന്ന് പറഞ്ഞ് സ്പ്രിംഗ് ക്രീപ്പറെ നോക്കുകയാണ്. ശകുന്തള, ഓഫ് കോഴ്സ്, കാന്റ് യു സീ? തീർച്ചയായും നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? പ്രിയമവദ ലുക്കിംഗ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി. പ്രിയമവദ സന്തോഷത്തോടു കൂടി ആ സ്പ്രിംഗ് ക്രീപ്പറിനെ നോക്കിയിട്ട് എന്താ പറയുന്നത്? ആൻഡ് ഐ ഹാവ് സംതിങ് പ്ലെസന്റ് ടു ടെൽ യു. യു ആർ ടു ബി മാരീഡ് സൂൺ. പ്രിയമവദ പറയാണ്, എനിക്കും നിന്നോടൊരു നല്ല വാർത്ത പറയാനുണ്ട്. നീ പെട്ടെന്ന് വിവാഹിതയാവാൻ പോവുകയാണ്. അനസൂയ, പ്രിയമവദ, ദാറ്റ് ഈസ് വൈ ശകുന്തള വാട്ടേഴ്സ് ദ സ്പ്രിംഗ് ക്രീപ്പർ സോ ലവിംഗ്ലി. അനസൂയ എന്താ പറയുന്നേ? പ്രിയമവദ, അതുകൊണ്ടാണ് ശകുന്തള അത്രയും സ്നേഹത്തോടെ ആ സ്പ്രിംഗ് ക്രീപ്പറിനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ശകുന്തള, ഷീ ഈസ് മൈ സിസ്റ്റർ, വൈ ഷുഡന്റ് ഐ ഗിവ് ഹർ വാട്ടർ? അതെന്റെ സഹോദരിയാണ്. അപ്പൊ ശകുന്തള പറയാണ്, ആ സ്പ്രിംഗ് ക്രീപ്പർ എന്റെ സഹോദരിയാണ്, ഞാൻ എന്തിനാ അവൾക്ക് വെള്ളം കൊടുക്കാതിരിക്കണം? ഷീ ടിപ്സ് ഹർ വാട്ടറിംഗ് പോട്ട് എന്ന് പറഞ്ഞ് ആ വാട്ടറിംഗ് പോട്ട് എടുക്കുകയാണ്, ആ കുട എടുക്കുകയാണ്. അപ്പൊ ഇവിടെ അനസൂയയും പ്രിയംവദയും ഒക്കെ ശകുന്തളയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്ന് പറയാൻ എന്താണ് കാരണം? അവിടെ സീസൺ അല്ലാതിരുന്നിട്ട് കൂടി സ്പ്രിംഗ് ക്രീപ്പറിൽ ബഡ്സ് ഉണ്ടാവുന്നുണ്ട്, ആ ലതയിൽ മുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ജാസ്മിൻ വൈൻ മാവിൽ ചുറ്റി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവിടെ ഒരു യൂണിയൻ നടക്കാൻ പോവുകയാണ്, അവിടെ ഒരു ഒത്തുചേരലൊക്കെ കാണാനുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സയൻസ് ഒക്കെ കണ്ടിട്ടാണ് പ്രിയംവദയും അനസൂയയും പറയുന്നത് ശകുന്തളയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നത്.
അപ്പൊ ശകുന്തള പറഞ്ഞത് എന്താണ്, അതെന്റെ സിസ്റ്ററാണ്, പിന്നെ ഞാൻ എന്തിന് വെള്ളം കൊടുക്കാതിരിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ദ ബീ അറ്റാക്ക് ആണ്. ബീ എന്ന് പറഞ്ഞാൽ എന്താണ്, വണ്ടുകളുടെ ആക്രമണമാണ്. ശകുന്തള, ഓ a bee has left the jasmine vine and is flying into my face. ശകുന്തള പറയാണ്, ഓ ഒരു വണ്ട് ആ ജാസ്മിൻ വൈനിൽ നിന്ന് വന്നിട്ട് എന്റെ മുഖത്തേക്ക് വരുന്നു. ഷീ appears annoyed by the bee. അപ്പം വണ്ട് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ശകുന്തള നിൽക്കുന്നത്. ഓ ഗേൾസ് സേവ് മീ ഫ്രം ദിസ് ഡ്രെഡ്ഫുൾ ബീ. അപ്പോൾ എന്നെ ഈ അപകടകാരിയായ വണ്ടിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് ഫ്രണ്ട്സിനോട് പറയാണ്. അനസൂയ ആൻഡ് പ്രിയംവദ സ്മൈലിംഗ്. ഹു ആർ വി ടു സേവ് യു? Call upon King Dushyanta. He is the protector of the group. അനസൂയയും പ്രിയംവദയും കളിയാക്കിക്കൊണ്ട് ചിരിച്ചിട്ട് പറയാണ്, നിന്നെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ ആരാണ്? നീ ദുഷ്യന്ത രാജാവിനെ വിളിക്കൂ, അദ്ദേഹമാണ് ഈ കാടിന്റെ സംരക്ഷകൻ. ഹി ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദി ഗ്രൂപ്പ്, അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അനസൂയയും പ്രിയംവദയും പറയുകയാണ്. അവരെ ദുഷ്യന്തനെ വിളിക്കാൻ പറയാൻ കാരണം അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ അവിടുത്തെ രാജാവാണ്, ആ നാടിന്റെ സംരക്ഷകൻ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കളിയാക്കിയിട്ട് അവർ പറയുന്നത് ദുഷ്യന്തനെ വിളിക്കൂ എന്ന്. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. ബി അറ്റാക്സ് എന്നാണ് ലാസ്റ്റ് ഭാഗം വരുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ആർത്തർ W റൈഡർ ആണ്. ഇത് എഴുതിയിട്ടുള്ളത് നമുക്കറിയാം കാളിദാസനാണ് എന്ന്. അപ്പൊ എല്ലാവർക്കും ശാകുന്തളം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറച്ച് പോയിറ്റിക് ആയിട്ട് കുറച്ച് ടഫായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതിന്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കോഴ്സസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.